ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പർദ്ദയിൽ ചെയ്യുന്ന ഹാൻഡ് വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ പർദ്ദൻ്റെ ബാക്കിലും അതേപോലെ 2 സ്ലീവിലായിട്ടാണ് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് ഞാൻ ഇതുപോലെ ഫ്രെയിമിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് 3 ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ലൈൻ ലോങ് ആയിട്ടും 2 സൈഡിലും കുറച്ച് ഷോർട്ടായിട്ടുള്ള ലൈനാണ് വരച്ചു കൊടുത്തത്. ലൈനൊക്കെ അങ്ങനെ ഒന്ന് വരച്ചെടുത്തതാണ്. അപ്പോൾ ബാക്ക് സൈഡിലായിട്ടാണ് 2 ലൈനും വരുന്നത്. സ്ലീവിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിൽ ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിലായിട്ട് 2 ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് വരുന്ന ഭാഗത്തോടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡും അതേപോലെ ഷുഗർ ബീഡും ആരി വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണാം. വർക്ക് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വർക്ക് കൊടുക്കുന്നത്. നമുക്ക് ഒരു അറ്റത്ത് മാത്രമായിട്ട് ക്രിസ്റ്റൽ ബീഡും അതേപോലെ തന്നെ ഒരു 5-6 ഷുഗർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കെട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബീഡ്സ് ഒന്ന് നീഡിലെടുത്തതിന് ശേഷം ത്രെഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റിൽ നമ്മൾ എടുക്കേണ്ടത് അറ്റത്ത് വരുന്ന ക്രിസ്റ്റൽ ബീഡാണ്. അതിന് ശേഷമാണ് ഷുഗർ ബീഡ്സ് എടുക്കുന്നത്. ഷുഗർ ബീഡ് നമുക്ക് എത്ര ലെങ്ത്തിലുള്ള ലൈൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഒരുമിച്ചാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 6 ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ടാണ് ക്രിസ്റ്റൽ ബീഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫസ്റ്റിൽ ക്രിസ്റ്റൽ ബീഡ് നമ്മൾ നീഡിലെടുക്കുന്നത്. അതിന് ശേഷം ഞാനിവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ലൈനും കെട്ടിട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം 3ാമത്തെ സ്റ്റിച്ചിലാണ് കെട്ടിടുന്നത്. ആരി വർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരി വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വർക്ക് ഇവിടെ കൊടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരു ലൈൻ കൊടുത്തതിൻ്റെ 2ാമത്തെ ബീഡ്സിൻ്റെ അവിടെ നിന്നാണ് നെക്സ്റ്റ് ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ചെറുതായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഈ ലൈൻ ഫുള്ളായിട്ട് എടുക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ വരുന്ന പർദ്ദ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് സൂം എന്ന് പറയുന്ന നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കഴുത്തിൻ്റെ ഭാഗം സ്ലീവും സെൻറ്റർ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്ലീവ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിൽ വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് ഞാൻ ഇതുപോലെ ഫ്രെയിമിലിട്ട് വെച്ചപ്പോൾ ഫുള്ളായിട്ട് റൗണ്ട് ഫ്രെയിമിൽ പിടിക്കുന്നില്ല. അപ്പോൾ പകുതി വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇനി പകുതി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വർക്ക് ഞാനിവിടെ ബാക്കിലത്തെ വർക്ക് ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ ബാക്ക് അകത്തിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് ലൈൻ വരുന്ന വിധത്തിലാണ് സെൻറ്ററിൽ ആ കോണ് വരുന്നത്. 2 സൈഡിലെ വർക്കിൻ്റെയും ജോയിൻറ്റ് വരുന്ന ഭാഗം. അപ്പോൾ ഇതുപോലെ വർക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്ലീവിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ബാക്കിലും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 6 ബീഡ്സൊക്കെ ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ആ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് 2-3 ബീഡ്സിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തതിനാൽ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഇതുപോലെ ബാക്ക് വർക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള ലൈനും ഇതുപോലെ സെൻറ്റർ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിൽ നിന്നായിട്ടാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് താഴോട്ടേക്കുള്ള ആ ഒരു ലൈനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്ലീവിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ലോങ് ആയിട്ടും രണ്ട് സൈഡിൽ കുറച്ച് ഷോർട്ടായിട്ടുള്ള ലൈനാണ് കൊടുത്തത്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് വീതിയിൽ 2 ഇഞ്ച് വീതിയിൽ വരുന്ന ബോർഡർ കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ടാണ് വർക്ക് സ്ലീവിലേക്കുള്ളതും അതേപോലെ തന്നെ ബാക്കിലേക്കുള്ള വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ മാത്രമായിട്ടാണ് വർക്ക് കൊടുക്കുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ലീവിലും കൂടി വർക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായതുകൊണ്ടാണ് ഞാൻ കഴുത്തിൻ്റെ ഭാഗം സ്ലീവും ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. മാക്സി മോഡൽ പർദ്ദയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലീവ് മാത്രം കുറച്ച് വീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഴുത്തൊക്കെ റൗണ്ടായിട്ടുള്ള കഴുത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒക്കെ ഫ്രണ്ടിൽ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഒരു പീസ് മെറ്റീരിയൽ കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു ബട്ടൺസ് കൊടുക്കാനുള്ള ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു എക്സ്ട്രാ പീസ് വെച്ച് ഫുൾ ലെങ്ത്തിൽ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കരയും കൂടി ഒന്ന് 4 ഇഞ്ച് വീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പ്രസ് ബട്ടൺസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവ് ഈ ഒരു വീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ ഇതുപോലെ 2 ലൈൻ വർക്കും ഫ്രണ്ടിലായിട്ട് ഒരു ലൈൻ വർക്കുമാണ് കാണുന്നത്. അപ്പോൾ സ്ലീവിലും കുറച്ച് വീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ ആ സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ടും ഒരു പ്രസ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പർദ്ദൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ എൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പർദ്ദൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു പ്രാവശ്യം ഞാൻ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബ്ലാക്ക് ഷിഫോണിൽ ഇതുപോലൊരു ഷോളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ പർദ്ദൻ്റെ പീസ് വെച്ച് ഒരു 2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.